ഈ തലയെ കൂടി അങ്ങ് ഒഴിക്കുക. എല്ലാം തൊലഞ്ഞു പോട്ടെ. 2 ദിവസം മുന്നേ ഭയങ്കരമായിട്ട് വൈറലായ ഒരു വീഡിയോ ആണ്. വിഷ്ണു എന്ന് പേരുള്ള ഒരു യുവാവ് പാൽ സൊസൈറ്റി പോയിട്ട് സൊസൈറ്റിക്കാർ തന്റെ പാൽ എടുക്കുന്നില്ല എന്നും പറഞ്ഞ് ആ പാല് തന്നെ ശരീരത്തിലൂടെ ഒഴിക്കുന്ന ഒരു വീഡിയോ. ആ ഒഴിക്കുന്ന വിഷ്ണു വെറും ഫ്രോഡാണെന്നാണ് ആ നാട്ടുകാരും ആ സൊസൈറ്റിക്കാരും പറയുന്നത്. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോൾ അമ്മയെ തല്ലിയാലും 2 പക്ഷമാണല്ലോ. അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് അന്വേഷിക്കാനായിട്ട് ഞാനിപ്പോൾ ആ ഒരു സഹകരണ സംഘത്തിന് മുമ്പിലാണ് തിരിയുന്നത്. അതിന് കൂടുതൽ കാര്യങ്ങൾക്ക് ഇവിടുത്തെ കർഷകരോടും സഹകരണ സംഘ അംഗങ്ങളോടും ഒക്കെ നമുക്ക് ചോദിച്ച് തന്നെ മനസ്സിലാക്കാം. 65-66 ആൾക്കാരോട് പാൽ ഒഴിക്കുന്നു നമ്മളെ സംഘത്തിലെ. ഇപ്പൊ ഈ അടുത്ത് 1-2 മാസം കൊണ്ടാണ് അവന്റെ പാല് കംപ്ലൈന്റ് ആയിട്ട് അവിടെ മിൽമ എന്നുള്ള റിപ്പോർട്ട് കൂടെ വരുന്നത്. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ചകെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. അവൻ ഒരു കർഷകനെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം അവൻ ഒരു പശുവിനെ വാങ്ങിക്കൊണ്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് ഇന്ന് കൊണ്ടുവരുന്ന പശു ഇന്ന് വെച്ചാൽ അവൻ ഇന്നത്തെ ആ പാല് കൊണ്ടുവന്ന് ഇവിടെ ഒഴിക്കുന്നത്. അതാണ് പിരിയുന്നത്. നമുക്കറിയാവുന്ന മാർഗങ്ങൾ ഇതൊക്കെയല്ലേ ഉള്ളൂ. അവൻ കൊണ്ടുവന്ന് അന്ന് തലയിൽ കൂടെ ഒഴിച്ച പാലിന്റെ കളർ തന്നെ അവരൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. മഞ്ഞ കളറാണ് ആ പാല്. എന്ന് വെച്ചാൽ വെറ്റ പശുവിന്റെ പാലം കറന്നുകൊണ്ട് ഇവിടെ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അവർ എന്നും വരുന്ന വെച്ചാൽ വണ്ടി ഇവിടെ നിന്ന് പോകാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് പാലുമായിട്ട് വരുന്നത്. കാര്യം നേരെ ചെക്ക് ചെയ്യത്തില്ല. അപ്പൊ പാലെടുത്ത് ഒഴിക്കും. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഈ ഒരു പെറ്റ പശുവിനെ 2 നേരം കറക്കാതിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ പാല് വൈകിട്ട് കറന്നാൽ ചീത്തയാവും. അത് ഈ പശു വളർത്തുന്നവർക്ക് അറിയാം, നല്ല രൂപത്തിൽ അറിയാം. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ പാല് മേടിച്ചോണ്ട് ഈ ആരെങ്കിലും കുടിച്ച് കൊച്ചുങ്ങൾക്ക് വയറിളക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തുമാത്രം പാല് വന്ന് മേടിക്കുന്ന ആൾക്കാർ ഈ സൊസൈറ്റി തന്നെ കൂട്ടാതെ പോരെ. അബദ്ധം പറ്റിയതല്ല. എന്ന് പറഞ്ഞാലും അടിയോ. 3-ാം തീയതി പിരിഞ്ഞു. ഇത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി. 17-ാം തീയതി ഇവിടെ കൊണ്ടുവന്ന പാല് പിരിഞ്ഞു. ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത് പാല് സ്മെല്ലാണ്, എടുക്കാൻ പറ്റത്തില്ല. ഇതാണ് ഇവിടുത്തെ കാറ്റിന്റെ കുഴപ്പം, ഒരു വൃത്തികെട്ട സ്മെല്ലായി കഴിഞ്ഞു, എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പറ്റില്ലെന്നോ? എന്റെ മുമ്പിൽ അധികാരം. ഇവരെല്ലാം കൂടി ചീത്ത വിളിച്ച് വലിയ ബഹളമൊക്കെ വെച്ചിട്ട് പിന്നെ അടിക്കും വലിച്ചു കീറികളോ എന്നൊക്കെ ഉള്ള ഭാഷയൊക്കെ സംസാരിച്ചിട്ട് പോയെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഇവിടെ പൊതുയോഗം വരും. 18-ാം തീയതി പൊതുയോഗം. പൊതുയോഗത്തിൽ ഈ വിഷയം കർഷകർ എടുത്തിട്ടു. കർഷകർ ഒന്നടക്കം ആ കർഷകന്റെ ആ വിഷ്ണു എന്ന് പറയുന്ന ആളുടെ പാൽ എടുക്കണ്ട എന്നും അവർ മിനിറ്റ്സിൽ രേഖപ്പെടുത്തണമെന്നും പറഞ്ഞു. അവിടുത്തെ ലെറ്റർ പാഡിൽ വന്ന കർഷകരെല്ലാം ഒപ്പിട്ടു എന്നിട്ട് പറഞ്ഞു ഇനി നാളെ മുതൽ പാലെടുക്കണ്ട എന്ന്. കർഷകരുടെ തീരുമാനം. അപ്പോൾ ക്ഷീരവികസന വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവര് ഉദ്യോഗസ്ഥ കൊല്ലം DO ഓഫീസിൽ വിളിച്ച് ഈ വിവരം പറഞ്ഞു. അറിയിച്ചതിന്റെ പുറകിൽ 3:30 DO ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞ് ആ വിഷ്ണു എന്ന് പറഞ്ഞാൽ ഒരു അവസരം കൂടി കൊടുക്കണമെന്ന് പറഞ്ഞു. പാലിന് എന്ത് തകരാറ് വന്നാലും അതിന്റെ ഫുൾ ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുത്തോളാമെന്നും അതിന് സംഘത്തിന് വരുന്ന ബാധ്യത അയാൾ അടയ്ക്കാമെന്നും എന്നുള്ള രീതിയിൽ എഴുതി ഒപ്പുവെച്ചു. ഒപ്പുവെച്ച് അന്ന് വൈകുന്നേരത്തോട്ടുള്ള പാലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാല് മാത്രമാണ് ഒരു അതിനകത്ത് കയറ്റിവിടുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഒട്ടിച്ചിട്ട് BMC വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിളിച്ച് പറഞ്ഞു ഇത് ഇന്ന ആളുടെ ഒരാളിന്റെ പാല് മാത്രമാണ്, ഇത് പ്രത്യേകം ടെസ്റ്റ് ചെയ്യണം. അവൻ ഇനി രക്ഷപ്പെടാൻ നോക്കണ്ട, കുരുക്ക് വീണ് കഴിഞ്ഞു. പാല് തന്നെയാണ് ഈ ക്യാനകത്ത് സെപ്പറേറ്റ് കയറ്റി വിട്ടോണ്ടിരുന്നത്. മെനഞ്ഞാന്ന് രാവിലത്തെ പാല് ഇതണക്ക് പിരിഞ്ഞു. 9:30 മണിയായപ്പോഴത്തേക്ക് രാവിലെ 9:20 ആയപ്പോൾ പിന്നെ BMC സെക്രട്ടറി വിളിച്ച് ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞ് എന്നാ പാല് പിരിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ പട്ടി ചതിക്കും. അത് തന്നെ വിഷ്ണുവിനെ അയച്ചു കൊടുത്തപ്പോൾ സെക്രട്ടറി എടുത്ത് പറഞ്ഞത് അത് നിങ്ങൾ പിന്നെ പിരിയിച്ചാണെന്ന്, മനഃപൂർവ്വം പിരിയിച്ച. ഇവനെ വല്ല മനസാക്ഷി എന്ന് പറഞ്ഞ സാധനമുണ്ടോ? അത് നിങ്ങളായിട്ട് അത് പിരിയിച്ചാണെന്ന് അങ്ങനെയാണ് ഇപ്പൊ പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. വൈകുന്നേരത്ത് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് നിങ്ങൾ പിരിയിച്ചാണെന്ന്. ഇവൻ മഹാ തെണ്ടി തന്നെ.